ഇന്ന് രാത്രി നിന്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടപ്പെടുവാൻ പോകുക. സ്തോത്രം. ഇന്ന് കേൾക്കുന്ന വചനം മാനുഷ്യ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവശക്തിയായി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുവാൻ പോകുക. സ്തോത്രം. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. വീര്യപ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ അനുഗ്രഹത്തിന്റെ രാത്രിയാകട്ടെ. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന രാത്രിയായി, സ്വർഗീയമായ ദർശനം ഞങ്ങൾ പ്രാപിക്കുന്ന ദിവസമായി, സ്വർഗീയമായ അരുളപ്പാടുകൾ പ്രാപിക്കുന്ന സമയമായി ഇന്ന് രാത്രി മാറ്റപ്പെട്ടിട്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വലിയ കരങ്ങൾക്കായി സ്തോത്രം. മഹത്വമെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. എബ്രായലേഖനം 11-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11. വേദപുസ്തകമുള്ള എല്ലാവരും എടുത്താട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 7. 7-ാമത്തെ വാക്യം നമ്മുടെ കുറിവാക്യമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഇന്നും അതേ വാക്യത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 7. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത് വിശ്വാസത്താൽ നോഹ. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. ആദാമിന് ശേഷം ആദാമിൻ്റെ മകനാകുന്ന ആബേൽ തുടങ്ങിയിട്ടുള്ള വിശ്വാസവീരന്മാരുടെ ഒരു പട്ടികയാണ് 11-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ആ പട്ടിക വെളിപ്പെടുത്തുന്നു? 10-ാം അധ്യായം കൊണ്ട് അവസാനിപ്പിക്കുന്നത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുന്ന എബ്രായ സഭ, അവരുടെ പ്രതികൂലങ്ങൾ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ചാൻസസ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട്, തണുത്തുമായിരിക്കുന്ന അവസ്ഥയെ കണ്ടുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ആലോചനയാണ് 11-ാം അധ്യായം. അതിൽ കൂടെ വെളിപ്പെടുന്നത് പല പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഇടയായി തീർന്ന ദൈവദാസന്മാരെ ആണ് നമ്മൾ കാണുന്നത്. ദൈവദാസന്മാരെ നമ്മളിവിടെ കാണുന്നു. പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്ന നോഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അവൻ്റെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവർ പെട്ടെന്ന് നോട്ട് ചെയ്താൽ നോഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കംഫേർട്ട്, ആശ്വസിപ്പിക്കുന്നവൻ. എന്തിൽ ആശ്വസിപ്പിക്കും? തൻ്റെ പിതാവ് നോഹയ്ക്ക് ഈ പേര് കൊടുക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ എന്ത് കണ്ടുകൊണ്ടാണ് പേര് കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു നോഹ എന്ന്. അപ്പോൾ നോഹ എന്നുള്ള പേരിൻ്റെ അർത്ഥം ആശ്വസിപ്പിക്കുന്നവൻ. ഏതിൽ നിന്നാണ് ആശ്വസിപ്പിക്കുന്നത്? നമുക്കറിയാം, ദൈവം ശപിച്ച ഭൂമിയിൽ അഥവാ ആദാമിൻ്റെ പാപം കൊണ്ട് സംഭവിച്ചതായിരിക്കുന്ന ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നതായിരിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ഒരുവനെയാണോ നോഹയായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി നോഹയുടെ വല്യപ്പച്ചൻ്റെ പേര് നമ്മൾ മനസ്സിലാക്കി. ആരായിരുന്നു വല്യപ്പച്ചൻ? ആരായിരുന്നു വല്യപ്പച്ചൻ എന്ന് പറയുന്നത്? ഹാനോക്ക്. ഹാനോക്കിന് ശേഷം നോഹയുടെ വല്യപ്പച്ചൻ ആരായിരുന്നു? മെതുശലഹിനും ഒരു മകൻ ജനിച്ചു. അതാണ് നോഹയുടെ പിതാവ്. പിതാവിൻ്റെ പേര് ലാമേക്കിൻ്റെ മകൻ ജനിച്ചതാണ് നോഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി, ഈ വല്യപ്പച്ചൻ ദൈവത്തോടു കൂടെ ചേർന്ന് നടന്ന് വല്യപ്പച്ചൻ തൻ്റെ മകൻ ഒരു പേര് കൊടുത്തതുപോലെ മെതുശലഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. എന്ത് സംഭവിക്കും? ഈ പ്രളയം സംഭവിക്കും. അപ്പോൾ ഇത് ദൈവികമാർഗ ദർശനം പ്രാപിച്ചതായിരിക്കുന്ന ഒരു പിതാക്കന്മാരുടെ ഒരു വംശാവലിയാണോ നമ്മളിവിടെ കാണുന്നത്. അവസാനമായിട്ട് ലാമേക്കിന് ഒരു മകൻ ജനിച്ചപ്പോൾ ലാമേക്ക് ഒരു കാര്യം മനസ്സിലാക്കി, ഇവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും, ഇവൻ്റെ ജനനത്തോടുകൂടെ ഞങ്ങൾക്കൊരാശ്വാസമുണ്ടാകും. എന്നാൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. നോഹയുടെ കാലത്ത് അന്നുവരെ ഇല്ലാതിരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തു. എന്താ അരുളി ചെയ്തത്? ഞാൻ ഭൂമിയിൽ മഴ പെയ്ക്കുവാൻ പോകുന്നു. അന്നുവരെ മഴയെന്നുള്ളൊരു വിഷയം ഭൂമിയിലില്ല, മഴയാരും കണ്ടിട്ടില്ല. അന്നുവരെ ഭൂമിയിൽ നിലം നനഞ്ഞുകൊണ്ട് വന്നത് നിലത്ത് നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമിയെ വിളയിക്കാനാണ് കാരണമായി തീർന്നത്. അതുവരെ മഴയില്ലാതിരുന്ന സ്ഥാനത്ത് കണ്ടിട്ടില്ലാത്ത ജനത്തോട് ഒരുവനോട് ദൈവം പറയുണ്ടായി, ഞാൻ മഴ പെയ്ക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ
ആ നോഹ ആ വാക്ക് പരിപൂർണമായിട്ട് വിശ്വസിച്ചു. അതാണ് എബ്രായലേഖനം 11:7 നമ്മൾ കാണുന്നത്. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. ഇതുവരെ സംഭവിച്ചിട്ടില്ല, അന്ന് വരെ കണ്ടിട്ടില്ല, അന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ആ പർട്ടിക്കുലർ സമയത്ത് ദൈവം അരുളി ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ആ നോഹ മനസ്സിലാക്കി. അതിൻ്റെ നോഹയുടെ വിശ്വാസത്തിൻ്റെ 3 സ്റ്റെപ്പുകളെയാണോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് ഇരുന്നത്. ഒന്ന്, നോഹയുടെ വിശ്വാസം ഗ്രൗണ്ട്. എവിടെയാണോ നോഹയുടെ വിശ്വാസം ബേസ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് നോവാസ് ഫെയ്ത്ത്. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ, ദ ഗ്രൗണ്ട് ഓഫ് നോവാസ് ഫെയ്ത്ത്. ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, നോഹയ്ക്ക് ഒത്തിരി കാലങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ പെട്ടകം പണിയുവാൻ. വളരെ ചുരുങ്ങിയൊരു ചെലം, ഞാൻ വർഷത്തിൻ്റെ കണക്ക് ഞാൻ എടുത്ത് നിങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. നോഹയ്ക്ക് വളരെ ചുരുങ്ങിയൊരു കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പെട്ടകം പണിയുവാൻ തക്കവണ്ണം. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതല്ല, പിന്നെയോ വളരെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് നോഹ അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അന്ന് പറയുവാൻ ഇടയായിത്തീർന്നത് 600-ാമത്തെ വയസ്സിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. നോഹയ്ക്ക് 502-ാമത്തെ വയസ്സിൽ 500-ാമത്തെ വയസ്സിലാണ് മക്കൾ ജനിക്കുന്നത്. 500-ാമത്തെ വയസ്സിൽ ജനിച്ച മൂത്ത മകന് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പ്രളയത്തിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നോഹയുടെ മൂത്ത മകന് 102 വയസ്സ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നോഹയുടെ മക്കളും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ വർഷത്തിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു. ഏകദേശം അന്നൊക്കെ വിവാഹം നടക്കുന്നത് ഏതാണ്ട് 50-ാമത്തെ വർഷമാണ്. വളരെ ചുരുങ്ങിയ ഒരു സ്പാനർ മാത്രമേ നോഹയ്ക്ക് ഈ പെട്ടകം പണിയുവാനായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ പർട്ടിക്കുലർ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് നോഹയ്ക്ക് ദൈവം കൊടുത്തായിരിക്കുന്ന അരുളപ്പാടിനനുസൃതമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. എന്താണ് നോഹ പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നത്? അതിൻ്റെ ഗ്രൗണ്ട് എന്തായിരുന്നു? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഇറ്റ്സ് ആൻ ഓറക്കിൾ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട് നോട്ട് ചെയ്താട്ട്. അതാണ് നോഹയുടെ ഫെയ്ത്തിൻ്റെ ഗ്രൗണ്ട്, ഓറക്കിൾ ഓഫ് ഗാഡ് അഥവാ റെവലേഷൻ ഓഫ് ഗാഡ്. ഈ സമയത്ത് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ദൈവം നമുക്ക് റെവലേഷൻസ് തരും, ഓറക്കിൾ തരും. ബട്ട് ഒരിക്കൽ പോലും നമ്മൾ അത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാകുന്നുവെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുവാനിടയാകരുത്. കാരണം മനുഷ്യനിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന 3 ശക്തികളുണ്ട്. 1 ദൈവം പ്രവർത്തിക്കുന്നു, 2 പിശാചിന് പ്രവർത്തിക്കുവാൻ സാധിക്കും, 3 നമ്മുടെ ആത്മാവിന് ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ സാധിക്കും. ഇത് 3ഉം പ്രവർത്തിക്കുന്നു. ഏതാണ് ദ റൈറ്റ് എന്നുള്ളത്? മനുഷ്യാത്മാവിന് തെറ്റുവാൻ സാധിക്കും, പിശാചിനും തെറ്റുവാൻ സാധിക്കും. തെറ്റാത്തത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് വരുന്ന ചിന്തകൾ ഈ 3-ൽ ഏതാണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോയില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമായി തീരുകയില്ല. ശ്രദ്ധിക്കണം ആ വേർഡ്. റെവലേഷൻസ് നല്ലതാണ്, ഓറക്കിൾസ് നല്ലതാണ്. പക്ഷെങ്കിൽ എല്ലാ ഓറക്കിളും ദൈവികമായിരിക്കുന്ന അരുളപ്പാടുകൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ അരുളപ്പാടാണോ അല്ലയോ എന്നുള്ളത്. ദൈവത്തിൻ്റെ അരുളപ്പാടാകുന്നുവെങ്കിൽ അതിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കും. ദൈവം എന്നോട് കൽപ്പിക്കുന്ന ഏത് പ്രൊഫസയ്ക്കും ഏത് അരുളപ്പാടിനും ദൈവമാകുന്നുവെങ്കിൽ അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എൻ്റെ ഉള്ളിൽ അതിനോടുണ്ടായിരിക്കും. എന്താ അത് വെളിപ്പെടുത്തുന്നത്? ഒരു പക്ഷെങ്കിൽ നമുക്ക് ഇമോഷൻ തരുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിരിക്കുന്ന ഒരു പ്രൊഫസി കിട്ടുകയാണെങ്കിൽ ഈവൻ ദോ നമ്മുടെ ഉള്ളിൽ കൂടെ ഒരു പോസിറ്റീവ് ആക്ഷൻ അതിനകത്തുണ്ടായിരിക്കും. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു പ്രൊഫസി ഇപ്പം നമുക്ക് കിട്ടുമ്പോൾ, ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു ഓറക്കിൾ നമുക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളത്തിൽ അതിനോട് ഒരു പോസിറ്റീവ് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും. എല്ലാ ഓറക്കിളും ഞാൻ പറഞ്ഞു ദൈവത്തിനുള്ളതാകണമെന്നില്ല. അങ്ങനെയെങ്കിൽ സംഭവിക്കേണ്ടത് ഒന്നുണ്ട്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബെസ്റ്റ് മാർഗമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏത് ഓറക്കിളാകുന്നെങ്കിലും അരുളപ്പാടാകുന്നുവെങ്കിലും ദൈവസന്നിധാനത്തിൽ വീണ്ടും ഒന്നുകൂടെ വെക്കുമ്പോൾ, ഒന്നുകൂടെ ഈ വിഷയമായിട്ട് ദൈവസന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ
ദൈവമേ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ആലോചിച്ച് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ മനസ്സിൽ വരുമെങ്കിൽ, ചെയ്യണമോ വേണ്ടയോ എന്ന് മനസ്സിൽ വരുമെങ്കിൽ 100% ഒന്നുകിൽ അത് മാനുഷ്യാത്മാവോ അല്ലെങ്കിൽ പിശാചിൻ്റെ തോന്നലോ ആകാം. ദൈവമാണ് ആ ഓറക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് അരുളപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം അരുളി ചെയ്തത് നമ്മൾ 100 വട്ടം ആ വിഷയം പ്രാർത്ഥിക്കുവാനിരുന്നാലും ദൈവത്തിന് ഒന്ന് മാത്രമേ പറയത്തുള്ളൂ, ഗോ ഹെഡ്. ഇതിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ ഊവ് എന്നല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. ഇവിടെയാണ് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നെഗറ്റീവായിരിക്കുന്ന ഓറക്കിൾ പലപ്പോഴും ഇവിടെ നോഹയ്ക്ക് ലഭിച്ച ഒരു അരുളപ്പാട് അതൊരു പോസിറ്റീവായിരിക്കുന്ന ഒരു അരുളപ്പാടായിരുന്നില്ല. ദൈവം നോഹയോട് കൽപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു. അത് ഒരിക്കലും സന്തോഷപ്രദമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. നോഹയുടെ ജീവിതത്തിൽ അതൊരു ഒരു നെഗറ്റീവായിരിക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് നോഹയുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ. നോഹയുടെ ജീവിതത്തിൽ നെഗറ്റീവായിരിക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് അവിടെ കൊണ്ടുവന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കാരണം, ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഓറക്കിളിനുണ്ടായിരുന്നുവെങ്കിലും നോഹയുടെ ജീവിതത്തിൽ ഈ പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് ഒരു ഭയമുണ്ടാകുവാനിടയായിത്തീർന്നു. ദൈവം ഒരു വാർണിംഗ് ആണ് നോഹയ്ക്ക് കൊടുത്തത്. പക്ഷേ ആ വാർണിംഗ് നോഹയ്ക്ക് കൊടുക്കുമ്പോൾ ആ വാർണിങ്ങിനെക്കുറിച്ച് നോഹ ഭയപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. എവിടുന്ന് ആ ഭയം കൊണ്ടുവന്നത്? നോഹയ്ക്കത് ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് മനസ്സിലായപ്പോൾ അതാണ് ആ ഭീതി തൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നത്. ഈ ഭീതി എന്ന് പറയുന്നത് ഏതോ ഒരു സാധാരണ ഭൗതികമായിരിക്കുന്ന ഒരു ഭയമല്ല, പിന്നെയോ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ബഹുമാനിക്കുന്ന ഒരു ബഹുമാനമാണ്. അതാണ് നോഹയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഈ ഓറക്കിൾ ലഭിച്ചപ്പോൾ അത് നോഹ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്, അതിനുവേണ്ടി നോഹയുടെ ഫെയ്ത്ത് ആക്റ്റീവാനായിട്ട് തുടങ്ങി. 2 സ്ഥാനങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ഹിസ് മൈൻഡ്, തൻ്റെ മനസ്സിൽ ഒരു വലിയ മാറ്റം വരുത്തി. എന്താണ് മനസ്സിൽ വരുത്തിയ മാറ്റം? ഇത് ഇതുവരെ കാണാത്തൊരു കാര്യമാണെങ്കിലും നോഹ മനസ്സിലാക്കി ഇത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കി. യാതൊരു സംശയവും നോഹയ്ക്കില്ല. ആരെല്ലാം ഇന്ന് വരെ മഴ കണ്ടിട്ടില്ലെങ്കിലും നോഹയ്ക്ക് ഒരു കാര്യം അറിയാം, മഴ പെയ്യുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് തൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ തൻ്റെ മനസ്സിൽ ഒരു മാറ്റം വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഗോഡ്സ് റെവലേഷൻ ചേഞ്ചസ് ദ പീപ്പിൾ. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സർവശക്തനായിരിക്കും ദൈവം വന്ന് അബ്രഹാമിനോട് വെളിപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അബ്രഹാമേ, ഐ ആം ദി ഓൾമൈറ്റി ഗോഡ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഈ ഒരു വേർഡ് പറഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടുകൾ പരിപൂർണമായിട്ട് മാറി. ആ 17-ാം അധ്യായം വരെ, തുടക്കം വരെയുള്ള ഒരു കാഴ്ചപ്പാടല്ല 17-ാം അധ്യായത്തിന് ശേഷം നമ്മൾ കാണുന്നത്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ ആ വിഷയം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ റെവലേഷൻ എന്നെയും നിങ്ങളെയും മാറ്റുന്നതിനെ ചെയ്യും. ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ദൈവിക റെവലേഷൻ പ്രാപിച്ചത് കൊണ്ടാണ്, ദൈവിക ദർശനം കണ്ടതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെന്നോട് ചോദിക്കും, പാസ്റ്റർ, ഇതുവരെ ഞാൻ ദൈവിക ദർശനം കണ്ടില്ല, പിന്നെ എന്താ പാസ്റ്റർ ഇവിടെ ഇങ്ങനെ പറയുന്നത്? അതിന് ഉത്തരമാണ്, കാൽവറി ദർശനം കാണാത്ത ഒരൊറ്റ വ്യക്തി പോലും രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ, വീണ്ടും ജന്നത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ കാൽവറി ദർശനം ഞാൻ കണ്ടതാണ് യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ഇന്ന് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ആ ദർശനം ഞാൻ കണ്ടതുകൊണ്ടാണ്. ഒരുപക്ഷെ ഒരു പിക്ചർ ഞാൻ കണ്ടില്ലെന്നിരിക്കാം, എന്നാൽ എൻ്റെ മനസ്സിൽ ഞാനത് പതിഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലത് പരിപൂർണമായിട്ട് പതിഞ്ഞു. അതിൻ്റെ പ്രതിഫലനമാണ് രണ്ടാമത് ആറ്റിറ്റ്യൂഡായിട്ട് വെളിപ്പെടുന്നത്, വർക്ക്സായിട്ട്, പ്രവൃത്തിയായിട്ട് വെളിപ്പെടുന്നത്. ഇതാണ് നോഹയുടെ ജീവിതത്തിൽ രണ്ടാമത് നമ്മൾ കണ്ടത്. തൻ്റെ എന്ത് ചെയ്തു? അത് തൻ്റെ മൈൻഡിൽ പ്രവർത്തിക്കുക മാത്രമല്ല, അതൊരു ആക്ഷനാക്കി മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ട് അവസാനിപ്പിച്ചത് ഫെയ്ത്ത്, അത് നോട്ട് ചെയ്തായിട്ട്, ഫെയ്ത്ത് ഇൻഫ്ലുവൻസ് ഹിസ് പ്രാക്ടീസസ്. നോഹയുടെ ജീവിതത്തിൻ്റെ വിശ്വാസം, നോട്ട് ചെയ്താട്ട വേർഡ് വളരെ വളരെ ആവശ്യമുള്ളത്. ഫെയ്ത്ത് ഇൻഫ്ലുവൻസ് ഹിസ് പ്രാക്ടീസസ്. നോഹയുടേതായിരിക്കുന്ന വിശ്വാസം തൻ്റെ പ്രാക്ടീസിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു.
ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ട് അവസാനിപ്പിച്ചതായിരുന്നു. ദൈവിക ദർശനം പ്രാപിച്ചതിന് ശേഷം നോഹ പഴയൊരു നോഹയായിരുന്നില്ല. പഴയ രീതിയിലായിരുന്നില്ല നോഹ മുൻപോട്ട് പോയത്. പഴയ കാര്യമല്ല നോഹ ചെയ്തുകൊണ്ടിരുന്നത്. പഴയ കാര്യമല്ല നോഹ മനസ്സിലാക്കിയത്. ഈ സമയം മുതൽ നോഹയുടെ കാഴ്ചപ്പാട് മാറി. എന്താ കാഴ്ചപ്പാട് മാറിയത്? തൻ്റെ മുൻപിൽ ചുരുങ്ങിയ ചില സമയമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയം എത്രമാത്രം വ്യക്തമായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് നോഹ കടന്നു വന്നു. അതിനു മുൻപ് 500-ാമത്തെ വയസ്സ് വരെ തൻ്റെ മുൻപിൽ ഇല്ലാതിരുന്നൊരു കാഴ്ചപ്പാട് ഈ ചുരുങ്ങിയ ചില സമയത്തിനുള്ളിൽ നോഹയുടെ ഉള്ളിൽ കടന്നു വന്നു. എന്താ അത് കാരണമായി തീർന്നത്? വരുവാൻ പോകുന്ന ഒരു വലിയ നാശത്തെക്കുറിച്ച് ദൈവം ആ വെളിപ്പാട് കൊടുത്തപ്പോൾ, ആ വെളിപ്പാട് നോഹയുടെ ഉള്ളിൽ പ്രവർത്തിച്ചപ്പോൾ, അത് വിശ്വാസമായി തീർന്നപ്പോൾ, ഇത് സംഭവിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ നോഹയുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി ചേഞ്ചായി. തനിക്ക് ചുരുങ്ങിയ ചില നിമിഷങ്ങൾക്കുള്ളിൽ ഈ പെട്ടകം പണി തീർക്കണമെന്ന് നോഹ ആഗ്രഹിച്ചു. ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. രാവിലെയും വൈകിട്ടും നിങ്ങൾക്കറിയാം, നോഹ ഒറ്റയ്ക്കല്ല ഈ പെട്ടകം പണിതത്. നോഹയ്ക്ക് സപ്പോർട്ടീവായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ ഈ ആൾക്കാരൊക്കെയും നോഹയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും, നോഹ എന്താണ് ഈ പണിയെന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നോഹയ്ക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ഇത്രമാത്രം കുറ്റാരോപണങ്ങൾ കേട്ടുകൊണ്ട്, ഇത്രമാത്രം വിരുദ്ധമായിരിക്കുന്ന വാക്കുകൾ കേട്ടിട്ടും നോഹയ്ക്ക് ഒന്നേ ചെയ്യുവാൻ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന വിഷൻ കംപ്ലീറ്റ് ചെയ്യുവാനാണ് നോഹ മുൻപോട്ട് കടന്നുപോയത്. ദൈവമക്കൾ ശ്രദ്ധിക്കണം, ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവിക ദർശനം ഞാൻ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ, ദൈവിക ദർശനം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നു കഴിയുമ്പോൾ, ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ചുറ്റുപാടുകൾ എന്തെല്ലാം നമുക്കെതിരായിട്ട് പറഞ്ഞാലും, ഇത് സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാലും, ദർശനം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലിന് ഒരു കാര്യം അറിയാം: എന്നെ കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഇത് സാധിപ്പിക്കുമെന്ന്. അവരുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ളത് ഈ കാഴ്ചപ്പാട് അനുസരണമായിട്ട് മുൻപോട്ട് പോകുക. ഇതിന് വിരുദ്ധമായിട്ട് ഒന്നുമില്ല. കാരണം ഇത് ചിലത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ നോഹ നിൽക്കുവാൻ ഇടയായിത്തീർന്നത്. തൻ്റെ ഉള്ളിൽ ആ പ്രാക്ടീസിന് മാറ്റം വന്നു. തൻ്റെ ഉള്ളിൽ 2 കാര്യങ്ങളാണ് നോഹയ്ക്ക് വന്നത്. ഒന്ന്, ഒരു പെട്ടകം പണിതു. പെട്ടകം പണിതുകൊണ്ട് നോഹ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല ആഗ്രഹിച്ചത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ തിരുവചനം ഈ നോഹയെക്കുറിച്ച് പറഞ്ഞു: നോഹ നീതി പ്രസംഗി, ഒരു റൈച്ചിയസ് പ്രീച്ചർ. അവൻ നീതിയെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ തലമുറയിൽ സ്വർഗം നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഈ ഭൂമി മുഴുവൻ വഷളായിരിക്കുന്ന കാഴ്ച കണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നേ പറയുവാൻ ഉണ്ടായിരുന്നുള്ളൂ. സ്വർഗത്തിലെ ദൈവം ആ വ്യക്തിയെ കണ്ടപ്പോൾ അവനെ നീതിമാനായിട്ട് കണ്ടുവെങ്കിൽ അവന് പറയുവാൻ ഒന്നുണ്ട്: ദൈവം തൻ്റെ ജീവിതത്തിൽ തന്ന നീതിയുടെ ലെവലാണോ അവന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുണ്ടായി. അവൻ വെറുതെ ഇരുന്നില്ല, അവനൊരു പ്രസംഗിയുടെ ആയിരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ പറയുണ്ടായി, ദൈവം നശിപ്പിക്കും എന്നോ ദൈവം അരുളപ്പാട് തരുമ്പോൾ അതിൻ്റെ അർത്ഥം പരിപൂർണമായിട്ട് നശിപ്പിച്ച് കളയണം എന്നുള്ളതല്ല. പിന്നെയോ രക്ഷപ്പെടുവാൻ ദൈവം ഒരു ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, വേർഡ് ദൈവം നശിപ്പിക്കും എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എന്നേക്കുമായിട്ട് നശിപ്പിച്ച് കളയുവാനല്ല. മനം തിരിഞ്ഞ് മടങ്ങി വന്നാൽ രക്ഷപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സുണ്ട്. ദൈവം ഒരു യോനെ അയച്ചു നിനവയിലേക്ക് അയച്ചു. നിനവെ പട്ടണം നശിക്കുമെന്ന്. എന്നാൽ നിനവെ പട്ടണം ഒന്നടങ്കമായിട്ട് അവർ ഉപവസിക്കുവാൻ തീരുമാനിച്ചപ്പോൾ, അവരുടെ മൃഗങ്ങൾ ഉൾപ്പെടെ ഉപവസിച്ച് ദൈവത്തിന് മുമ്പാകെ താഴ്ത്തുവാൻ ഇടയായിത്തീർന്നപ്പോൾ, നശിക്കുമെന്ന് പറഞ്ഞു നിർത്തുന്നു, ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഏതെങ്കിലും ദൈവദാസന്മാർ, ഏതെങ്കിലും ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങളെ നശിപ്പിക്കുമെന്ന് ആലോചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ നശിപ്പിച്ച് കളയുവാനല്ല. മുട്ടുകളെ മടക്ക്, ദൈവത്തിന് മുമ്പാകെ മുട്ടുകളെ മടക്ക്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേലുള്ള ന്യായവിധിയെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് ഒരല്പം പോലും മനസ്സില്ല നമ്മളെ നശിപ്പിച്ച് കളയണമെന്ന്. ശ്രദ്ധിക്കണം ആ വേർഡ് ഒരിക്കൽ പോലും. എന്നാൽ ഒരു കാര്യമുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദീർഘക്ഷമ വീണ്ടും വീണ്ടും ഞാനത് ഈസിയായിട്ട് ഞാൻ എടുക്കുമ്പോൾ ഒരു ദിവസം കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ മാറ്റിക്കളയും. പിന്നീട് ദൈവം നമ്മളോട് കരുണ കാണിക്കത്തില്ല. നിങ്ങൾക്കറിയാം, നിനവെ നശിപ്പിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ നിനവെ താഴ്ത്തിയപ്പോൾ നശിച്ചില്ല. എന്നാൽ നാളുകൾക്ക് ശേഷമാണ് നഹൂം പ്രവാചകൻ പ്രവചനം
വചനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുകയാണ്, നിനവേ പട്ടണമേ, ഇനി നിന്നെ ഞാൻ താഴ്ത്തത്തില്ല, ഇനി ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും. വീണ്ടും ദൈവസന്നിധി താഴ്ത്തി ദൈവം അവരെ അനുഗ്രഹിപ്പാൻ ഇടിയായി തീർന്നപ്പോൾ പഴയ അവസ്ഥയിലേക്ക് അവർ കടന്നു പോയതുകൊണ്ട് ദൈവം വീണ്ടും ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്, ഇനിയും നിന്നെ താഴ്ത്തത്തില്ല, ഇനിയും നിന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഒരു വട്ടം ദൈവം താഴ്ത്തും, ദൈവം അലവ് ചെയ്യും. എന്നാൽ രണ്ടാമത്തെ വട്ടം താഴ്ത്തുവാൻ ദൈവം കാത്തിരിക്കത്തില്ല. അതിന് മുൻപ് നാശമായിരിക്കും കടന്നു വരുന്നത്. ഇന്ന് രാത്രി മനസ്സിലാക്കണം എന്തുണ്ടായി. ഈ നീതിമാനായിരിക്കുന്ന നോഹ എന്ത് ചെയ്തു? പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. നിങ്ങൾ മനസ്സിലാക്കണം എത്രമാത്രം നോഹ ആക്റ്റീവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതാണ് പഠിപ്പിച്ചത്, എത്രമാത്രം ആക്റ്റീവാണ്. ഒരു സൈഡിൽ കൂടെ പെട്ടകം പണി, മറ്റേ സൈഡിൽ കൂടെ വിശ്രമമില്ലാതെ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. ആരെങ്കിലും ഒരാളെങ്കിലും ഈ പെട്ടകത്തിലേക്ക് കയറണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നോഹ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ആരും രക്ഷപ്പെട്ടില്ലെന്നുള്ള സത്യമാണ്. എങ്കിലും നോഹയുടെ ആഗ്രഹം ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ കൊള്ളായിരുന്നു എന്നുള്ളത് നോഹ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു കാര്യമാണ്. ദൈവിക ദർശനം പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവിക ദർശനമാകുന്ന പെട്ടകം പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മറ്റുള്ളവരെ അതിലേക്ക് ആദായപ്പെടുത്തുവാനുള്ള ഒരു മനസ്സ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ മനസ്സ് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കണം, പാപികളെ തേടി വന്ന ദൈവത്തിൻ്റെ സ്നേഹം, പാപികളെ തേടി വന്ന കർത്താവിൻ്റെ സ്നേഹം, ഈ സ്നേഹം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ അവിടെ മാത്രമേ ഞാനും പാപികളെ തേടി ചെല്ലത്തുള്ളൂ. ആ ദൈവസ്നേഹം ഇല്ല എങ്കിൽ പാപികളെ തേടി ചെല്ലുവാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. എന്ത് സംഭവിച്ചു? ഈ ഫെയ്ത്ത് രണ്ട് രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ഒന്ന്, നോഹയുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന വാഗ്ദത്തത്തെ, ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന ആ അരുളപ്പാടിനെ നിവർത്തിക്കുവാനായിട്ട് ആക്റ്റീവായിട്ട് നോഹ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. മറു സൈഡിലേക്ക് നോഹ നോക്കുമ്പോൾ ആരെങ്കിലും ചിലരെ കൂടെ രക്ഷപ്പെടുത്താമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് രണ്ടും ഒരേ രീതിയിൽ പോകേണ്ടതാണ്. ഒന്ന്, സ്വയരക്ഷ അന്വേഷിക്കേണ്ടതാണ്. രണ്ട്, മറ്റുള്ളവരെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. തേർഡ് സ്റ്റെപ്പ്. എന്താണ് നോഹയുടെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ? ദ റിവാർഡ്സ് ഓഫ് നോവാസ് ഫെയ്ത്ത്. എന്താണ് നോഹ വിശ്വസിച്ചുകൊണ്ട് ലഭിച്ചത്? പ്രധാനമായിട്ട് 3 ഫലങ്ങളെയാണ് ഈ ഭാഗത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ പോകുന്നത്. 3 വിധ ഫലങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. എന്താ അവിടെ സംഭവിച്ചത്? 11-ാം അധ്യായത്തിൻ്റെ എബ്രായലേഖനം 11:7 വീണ്ടും ഒരിക്കൽ കൊടുത്ത് വായിച്ചാട്ട്. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒന്നാമത്തെ നോഹയ്ക്ക് ലഭിച്ച ഒരു പ്രതിഫലമാണ് ഹി ആൻഡ് ഹിസ് ഹൗസ് ഹോൾഡ് സേവ്ഡ്. He and his household were saved. വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് നോഹയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി നോഹയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ബാക്കിയുള്ള കംപ്ലീറ്റ് ജനം നശിച്ച സ്ഥാനത്ത് അവിടെ ഒരു വ്യത്യാസം നോഹയുടെ ജീവിതത്തിലുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രസംഗം കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടില്ല, ഒറ്റ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അന്ന് എല്ലാവരും ഒരേ സ്ഥലത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോഴാണ് ലോകം പിരിഞ്ഞുകയും ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ഈ മക്കൾ ചിതറപ്പെടുവാൻ കാരണമായി തീർന്നത്. അതിനു മുമ്പ് ഇവരെല്ലാം ഒരുമിച്ച് ജീവിക്കുക, ഒരേ ചുറ്റുപാടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ ഈ നോഹ നീതി പ്രസംഗി, നിങ്ങൾ മനസ്സിലാക്കണം, നല്ല ഒരു മാന്യമായിരിക്കുന്ന ഒരു മാതൃകാപരമായ ജീവിതം നയിക്കുന്ന നോഹ മാതൃകയോടുകൂടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഇത്രമാത്രം പ്രസംഗിച്ചിട്ടും ഒന്നുപോലും രക്ഷപ്പെട്ടില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ചില സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കിക്കോണം, ചിലത് രക്ഷപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, അതിൻ്റെ അർത്ഥം ഞാൻ പറയാതിരിക്കണമെന്നല്ല, ഞാൻ പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, രക്ഷപ്പെടേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കാം. നോഹയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു, നോഹ ആ ജോലി ചെയ്തു. ആ ജോലി ചെയ്തതാണ് നോഹയുടെ കുടുംബം രക്ഷപ്പെടുവാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നോഹയ്ക്ക് മറ്റാരെയും രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ല എങ്കിലും തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നോഹയുടെ ജീവിതത്തിൽ ഒരു വലിയ വിഷയമാണ്. പലരെയും നന്നാക്കുവാൻ സാധിച്ചില്ല എങ്കിലും സ്വയം ഒന്ന് നന്നാകാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറൊന്നുമില്ല.
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ. എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? നോഹ നീതി പ്രസംഗിയായിരിക്കുന്നത് നോഹ മുഖാന്തരമായിട്ട് ബാക്കിയുള്ള ലോകത്തിലെ സകല ജനവും നശിച്ചപ്പോൾ നോഹ 8 പേരോടുകൂടെ ബാക്കിയുള്ള 7 പേരോടുകൂടെ നോഹ രക്ഷപ്പെടുവാൻ, കുടുംബമായി രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നു. ഈ നോഹ കുടുംബമായി രക്ഷപ്പെട്ടു, അതൊരു വലിയ വിഷയമാണ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുണ്ടായി, വളരെ ആക്റ്റീവായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഈ നോഹ, ഈ പ്രസംഗം കേട്ട ജനത്തിന് എന്ത് സംഭവിച്ചു? എന്താണോ ഈ ജനത്തിന് ഉണ്ടായിരുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, മെസ്സേജ് എന്ന് പറയുന്നത്, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് വൃഥാവായിട്ട് അത് മടങ്ങി വരത്തില്ല. ദൈവത്തിൻ്റെ വചനം എവിടെ അയക്കപ്പെടുന്നുവോ, എന്തിനു വേണ്ടി അയക്കപ്പെടുന്നുവോ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയാണോ അത് കാര്യം സാധിപ്പിച്ചുകൊണ്ട് മടങ്ങി വരും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ പോലും എത്ര കഴിവില്ലാത്തൊരു വ്യക്തി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചാലും ആ ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ പോലും വൃഥാവായിട്ട് മടങ്ങി വരികയില്ല. അതിന് ഒരു പ്രവർത്തിക്കുവാനുണ്ട്, അതിന് ശക്തിയുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇത് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വായിച്ചാട്ട് 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. നോട്ട് ചെയ്താട്ട് ഇവിടെ ഈ വാക്യം. രണ്ടാമത് നോഹയുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ഒന്ന് ഞാൻ പറഞ്ഞത് നോഹയും അവൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു. രണ്ടാമത് ഞാൻ പറഞ്ഞു വരുന്നത് അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. He judged and condemned the world. രണ്ടാമത്തെ പോയിന്റ്, the rewards of Noah's faith. നോഹയുടെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ പ്രതിഫലം. എന്താ സംഭവിച്ചത്? നോഹ ലോകത്തെ കുറ്റം വിധിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ഈ പറഞ്ഞു വരുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. വായിച്ചിട്ട് പ്രധാനമായിട്ട് മത്തായി 24-ാം അധ്യായം 36 മുതൽ 42 വരെ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 36 to 42. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിനെ കുറിച്ച് അവിടെ പറയുകയാണ്. നെക്സ്റ്റ് വേർഡ്, നോഹയുടെ കാലം പോലെ തന്നെ ആകും. നോഹ പെട്ടകത്തിനകത്ത് കയറിയ നാൾ വരെ ലോകത്തിൽ എന്ത് നടന്നു? അവർ തിന്നു, കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നോർമൽ റൊട്ടീൻ ലൈഫ്, ഒരു സാധാരണപ്പെട്ട ഒരു ജീവിതം. ഏത് സമയം വരെ? ഈ നീതി പ്രസംഗിയായിരിക്കുന്നത് നോഹ പ്രസംഗിക്കുന്ന സമയത്തും അവരുടെ കൺസെപ്റ്റിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പോയിട്ടില്ല. അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭൗതികമാർക്ക് ജീവിതം മാത്രമാണ്. എങ്ങനെ അവർക്ക് മുൻപോട്ട് പോകണം, അവരുടെ കുടുംബമായിട്ട് എന്താണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. മക്കളെ വിവാഹം കഴിപ്പിക്കുന്നു, വിവാഹത്തിന് കൊടുക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ആഹാരം ഉണ്ടാക്കുന്നു എന്ന് വേണ്ട ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളുടെ പിന്നാലെ മാത്രം ഒതുങ്ങിക്കൊണ്ട് മുൻപോട്ട് പോകുക. എന്താ അവിടെ സംഭവിച്ചത്? ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നോഹയുടെ പ്രസംഗത്തിന് ഇവർ വില കൊടുക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭൗതിക വിഷയത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒന്നാണോ ഈ പ്രസംഗം. ഈ പ്രസംഗം എന്തുവാ? നോഹ പ്രസംഗിക്കുന്നത് ഒരു മഴ പെയ്യാൻ പോകുന്നു, ഈ ലോകം മുഴുവൻ നശിക്കാൻ പോകുന്നു, ജീവൻ വേണമെങ്കിൽ പെട്ടകത്തിനകത്തോടെ കയറണം. ഇത് മനസ്സിലാക്കുവാൻ അന്ന് വരെ മഴയില്ലാതിരുന്ന ജനത്തിന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. പകരം വേറെ ബുദ്ധിമുട്ടുണ്ട്. ഇവരെ നട്ടു വളർത്തുക, ഇവർ കൃഷി ചെയ്യുക. അവർ കൃഷി ചെയ്യുന്നതിൻ്റെ ആദായം അവർക്കുണ്ടാകുന്നുണ്ട്. ആ ഒരാദായം ഉണ്ടാക്കുമ്പോൾ അടുത്ത കൃഷിയിലേക്ക് അവർ കടന്നു പോകുകയാണ്. അവരുടെ കാണിക്കുന്ന ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളുടെ പിന്നിൽ അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഭൗതിക വിഷയങ്ങളുടെ പിന്നിൽ അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മീയ കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പലപ്പോഴും ലഭ്യമാകാതിരിക്കുന്നു. നിങ്ങൾക്കറിയാം, അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറഞ്ഞു. ഒരു രാജാവ് തൻ്റെ മകൻ്റെ കല്യാണത്തിൽ വിളിക്കുവാനായിട്ട് ദാസന്മാരെ അയച്ചപ്പോൾ ആ ദാസന്മാരിൽ ഒരു പ്രഭുക്കന്മാർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളിത് 5 കാളെ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളതിനെ നോക്കുവാൻ പോകുന്നു. വേറൊരു കൂട്ടം ആൾക്കാർ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ശരം നിലം വാങ്ങിയിട്ടുണ്ട്, ഞാൻ നോക്കുവാൻ പോകുന്നു. വേറൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നു, ഇപ്പോൾ വരുവാൻ കഴിവില്ല. എന്താ സംഭവിച്ചത്? ഈ 3 വിഷയങ്ങൾ കൊണ്ട്
പ്രധാനമായിട്ട് രാജാവിൻ്റെ മകൻ്റെ കല്യാണ സദ്യ ഒഴിവാക്കുവാൻ തക്കവണ്ണം ഇവരെ കണ്ട 3 വിഷയങ്ങളാണ് ഇത് 3. എന്തൊക്കെയാണെന്ന് നിങ്ങൾ വീണ്ടും ഡീറ്റെയിലായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ഈ ലോകത്തിലുള്ളത് 3 വിധ പാപങ്ങളാണ്. അതാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ പാപങ്ങൾ ലിസ്റ്റിൽ നമുക്കിത് 3 ഉൾപ്പെടുത്തുവാൻ സാധിക്കും. ഏതെല്ലാം വിഷയങ്ങൾ നമ്മൾ നോക്കിയാലും ഈ 3 വിഷയങ്ങളിലാണോ ലോകം ഒതുക്കപ്പെട്ടിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ നിങ്ങൾക്കതറിയാം. വായിച്ചോട്ടെ, പെട്ടെന്ന് വായിച്ചോട്ടെ. 1 യോഹന്നാന്റെ ലേഖനം, 1 John chapter 2 verse number 16. 3 പാപങ്ങൾ, അതാണ് ജഡത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ. 3 ലോകത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ, 3 കാര്യങ്ങൾ. 1 ജഡമോഹം, 2 കൺമോഹം, 3 ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 പാപങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഈ പാപങ്ങൾ മുഖാന്തരമായിട്ട്, അഥവാ ഈ ലോകം മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ല. ഇന്നും ലോകത്തിലേക്ക് നാം നോക്കിയാൽ ഇന്നും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ലോകമെന്ന് കാണുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ചില പ്രിയപ്പെട്ടവർ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചുവെങ്കിലും പള്ളി ഭ്രഷ്ടരാക്കാതിരിക്കേണ്ടതിന് അവർ തങ്ങളുടെ വിശ്വാസത്തെ ഏറ്റു പറഞ്ഞില്ല. അന്നത്തെയും പ്രശ്നമെന്ന് പറയുന്നത് ലോകമാണ്. ലോകത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഒതുക്കപ്പെട്ട് കിടക്കുക. ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പ്രശ്നമെന്ന് പറയുന്നത് ഇന്നൊന്നുണ്ടായ പ്രശ്നമല്ല, നോഹയുടെ കാലം മുതലുള്ള പ്രശ്നമാണ്. പക്ഷെങ്കിൽ ഇവർ പോലും മനസ്സിലാക്കിയില്ല ഈ പ്രസംഗത്തിന് ഇവരെ എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് ഇവർ പോലും മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. നോഹയുടെ പ്രസംഗത്തിന് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പറയുന്നു, നോഹയുടെ പ്രസംഗം ലോകത്തെ കുറ്റം വിധിക്കുവാനായിട്ടിടയായി തീർന്നു. നോഹയുടെ പ്രസംഗം സ്വീകരിക്കാതിരുന്നപ്പോൾ നോഹയുടെ പ്രസംഗം കൊണ്ട് ലോകത്തെ കുറ്റം വിധിച്ചു. യോനയുടെ പ്രസംഗം കേട്ടുകൊണ്ട് നിനവെ മാനസാന്തരപ്പെട്ടുവെങ്കിലും പിന്നീട് മാനസാന്തരപ്പെടാതിരുന്നത് കൊണ്ട് നിനവയെ ദൈവം നശിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രസംഗം ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമാണോ, എന്നാൽ അതിനെ വിട്ടുകളയുമെങ്കിൽ അത് നാശത്തിന് മാത്രമേ ഉതകത്തുള്ളൂ. ശ്രദ്ധിക്കണം. ഇവിടെ നിൽക്കുന്നവർ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം അവർ പറയുന്നു. കേൾക്കുന്നവരുടെ ജീവിതത്തിലാണോ ആ പ്രത്യേകത കടന്നു വരേണ്ടത്? ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അനുഗ്രഹമുണ്ട്, ഒരു പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാൻ സാധിക്കും. എന്നാൽ ലോകമാണ് ആവശ്യമെങ്കിൽ ഈ ദൈവത്തെ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, വെള്ളം പൊങ്ങുമെന്നുള്ള സത്യമാണോ? ഈ പെട്ടകം പൊങ്ങുമെന്നുള്ള സത്യമാണോ? ലോകം മുഴുവൻ നശിക്കുമെന്നുള്ള സത്യമാണോ? ആ പ്രസംഗമായിരിക്കും നമ്മെ നശിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ഒരു പ്രസംഗം അത് അനുസരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എന്നാൽ അതിനെ വിട്ടുകളയുന്നുവെങ്കിൽ, തള്ളിക്കളയുന്നുവെങ്കിൽ, നിസ്സാരമായിട്ട് എടുക്കുന്നുവെങ്കിൽ അതേ വചനമാണോ എൻ്റെ ശിക്ഷാവിധി കാരണമായി തീർന്നത്? നോഹയുടെ കാലത്ത് നോഹ ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പറയുന്നു, നോഹയുടെ പ്രസംഗം തന്നെയാണോ ഈ ജനത്തെ ന്യായം വിധിക്കുവാൻ കാരണമായി തീർന്നത്? നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് വേദവാക്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോകട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം, 2 Corinthians chapter 2 verse 14 to 6. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തി. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആ വാക്ക് നിർത്തിയൊന്ന് പഠിച്ചാട്ട്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, ഞങ്ങളെ നടത്തുന്നത് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിൻ്റെ ഒക്കെയും നടുവിൽ നിന്നുകൊണ്ട് തനിക്ക് പറയുവാൻ സാധിക്കും, ഈ ദൈവം ഞങ്ങളെ നടത്തിയത് പരാജയത്തിലേക്കല്ല, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. ഇതാണ് ഒരു ദൈവവേദനയുടെ പ്രത്യേകത. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലെന്നല്ല, പക്ഷേ ആ പ്രശ്നങ്ങളുടെ ബുദ്ധിമുട്ട്, പ്രതികൂലങ്ങളുടെ ബുദ്ധിമുട്ടിൽ ദൈവത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലുത് വേറൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനുമാണ് ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങളിപ്പോൾ പറഞ്ഞു, ഈ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സമാധാനം ഒരു മനുഷ്യൻ അനുഭവിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയത് വേറൊരു നന്മയില്ല. നിങ്ങൾ മനസ്സിലാകട്ടെ, ലോകം മുഴുവൻ കീഴ്മേൽ മറിയട്ടെ, സമാധാനമായിട്ട് അതിൻ്റെ നടുവിലും കിടന്നുറങ്ങുവാൻ സാധിക്കുമെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറൊന്നുമില്ല. ഇത് ലഭിക്കണമെങ്കിൽ ഉള്ളി ദൈവത്തിൻ്റെ സമാധാനം ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് അത് കിട്ടത്തില്ല.
എന്താ ഇവിടുത്തെ പ്രശ്നം? ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. അപ്പോൾ എവിടെയെല്ലാം ഉണ്ട്, ഞങ്ങൾ എവിടെയെല്ലാം നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ അടി കിട്ടുന്നതായിരിക്കാം, അവിടെയും ഞങ്ങൾ ജയാളികളാണ്. അവിടെ ഒരു പക്ഷെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷ വിജയമായിരിക്കാം, അവിടെയും ഞങ്ങൾ ജയാളികളാണ്. പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എവിടെ നിന്നാലും ഞങ്ങൾക്കൂടെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു, ഞങ്ങൾക്കൂടെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്, നമ്മൾ എവിടെ നിൽക്കുന്നുവോ ആ സ്ഥാനത്ത് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണോ എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവമാണോ എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത്. യേശുവിൻ്റെ സ്വഭാവം എന്നിൽ കൂടെ വെളിപ്പെടുന്നുവെങ്കിൽ എന്നെ കാണുന്ന വ്യക്തികളെ ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്, എങ്ങനെ ഒരു ദൈവപൈതലെ ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തുക. എന്നാൽ ഇത് സ്വീകരിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട്. എന്നാൽ എന്താണ് ഈ അനുകൂലിക്കുന്നവരുടെയും പ്രതികൂലിക്കുന്നവരുടെയും പ്രത്യേകത? താഴത്തെ വാക്യം കൊടുത്ത് വായിച്ചാട്ട്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ, ശ്രദ്ധിക്കണം, ആ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും, മനസ്സിലായോ? നീ രക്ഷിക്കപ്പെട്ടാലും കൊള്ളാം, നശിക്കപ്പെട്ടാലും കൊള്ളാം, പക്ഷെങ്കിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു? ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കുന്നു? കേൾക്കുന്ന ജനം രക്ഷിക്കപ്പെട്ടാലും വേണ്ടില്ല, നശിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായി നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾ ഒന്നും വൃഥാവായി പോകത്തില്ല. പിന്നീട് എന്താണ് രക്ഷിക്കപ്പെടുന്നവരും നശിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? താഴെ വീണ്ടും വായിച്ചാട്ട്. ഇവക്ക് മരണത്തിൽ നിന്ന് അപ്പം രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. എന്താ നടക്കുന്നറിയാമോ? രക്ഷിക്കപ്പെടുന്നവരാകുന്നുവെങ്കിൽ അവർക്ക് മരണത്തിൽ നിന്ന് എങ്ങോട്ട് കടക്കുക? ജീവങ്കിലേക്ക്. രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ മരണത്തിൽ നിന്ന് അവരെങ്ങോട്ട് കടക്കുക? ഇതാ വിഷയം. പ്രസംഗത്തിന് മാറ്റം വരുന്നില്ല. പക്ഷെങ്കിൽ പ്രസംഗത്തിൻ്റെ മാറ്റമല്ല വരേണ്ടുന്നത്, ജീവിതത്തിൽ കേൾവിക്കാരുടെ ജീവിതം അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പ്രസംഗിക്കുന്നവൻ പ്രസംഗിച്ചു, പക്ഷെ കേൾക്കുന്നവൻ അത് എങ്ങനെ സ്വീകരിക്കുന്നു, അതിന് കീഴ്പ്പെടുന്നുവെങ്കിൽ അത് ജീവനിലേക്കുള്ള വാസനയാണ്. പക്ഷെ കീഴ്പ്പെടാതെ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഇതൊന്നും എനിക്കുള്ളതല്ല, ഇത് പണ്ട് തൊട്ടേ അപ്പച്ചന്മാർ പറഞ്ഞു നടക്കുന്നതാണ്, ഈ കർത്താവൊക്കെ വരുമെന്നുള്ളത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നോഹയുടെ കാലത്ത് ഒരു വെള്ളപ്പൊക്കം സംഭവിച്ചു. അതിന് മുൻപ് വരെ വിറ്റും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നത് പോലെ ഇന്നും സംഭവിക്കും. പക്ഷെ ഒരു കാര്യം മറന്നു കളയരുത്, ഒരു ദിവസം വരും കർത്താവ് തൻ്റെ മക്കളെ ചേർത്തുകൊള്ളും. ആ സമയം വരെ ആരുമൊന്നും അറിയത്തില്ല, ആ സമയം വരെ ആരുമൊന്നും മനസ്സിലാക്കത്തില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നോഹയുടെ പ്രസംഗത്തിന് അന്ന് ചെവി കൊടുത്തിരുന്നുവെങ്കിൽ രണ്ടുപേരെങ്കിലും പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? നോഹയുടെ പ്രസംഗം അവരുടെ ജീവിതത്തിൽ അവർ അനുസരിക്കാതിരുന്നത് കൊണ്ട് ഈ പ്രസംഗത്തെക്കാൾ വലുത് അവർക്ക് ലോകമായിരുന്നു, ലോകത്തിൻ്റെ ഇഷ്ടമായിരുന്നു, ജഡത്തിൻ്റെ മോഹമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതിനേക്കാൾ വലുത് മറ്റു പലതുമാകുന്നുവെങ്കിൽ ഇതേ വചനമായിരിക്കും നാളെ ഒരു ന്യായവിധിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത്. എന്താ സംഭവിക്കുന്നത്? ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ചിലക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. അപ്പോൾ എന്തായിരുന്നാലും പ്രസംഗിക്കുന്നവൻ എന്തില്ല, എടുത്താലും കൊള്ളാം, എടുത്തില്ലേലും കൊള്ളാം, ഒന്നും കുടം പിടിച്ചില്ലേലും കൊള്ളാം, എല്ലാം നന്നായാലും കൊള്ളാം, ആക്കാ നല്ലത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, രണ്ടുപേരെ സ്വർഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം കൂടെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഞങ്ങൾ താണു വീണൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നു, ഇതിനകത്തല്ലാതെ എന്തുവാ ഉള്ളത്? മറ്റൊരു ഒന്നല്ല ഇതിനകത്ത് ആവശ്യമായിരിക്കുന്നത്. എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ വചനം ഞാൻ കേൾക്കുമ്പോൾ ആ വചനത്തെ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതോ അതിൻ്റെ വിഷയമാണ്. ഞാനിവിടെ പറഞ്ഞു വന്നത് നോഹയുടെ പ്രസംഗം. ഒരുപക്ഷെ നോഹ ചിന്തിച്ച് കാണും, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഒരാത്മാവ് പോലും ലഭിച്ചില്ലല്ലോ. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന് പറയുവാൻ ഒന്നുണ്ട്, കുഞ്ഞേ,
നീ പ്രസംഗിച്ച വചനമാണ് ഇവരെ ന്യായവിധിക്കുവാൻ കാരണമായത്. എന്താ? അല്ലായിരുന്നുവെങ്കിൽ ഒരു മഴ വരുന്നു, വെള്ളം പൊങ്ങാൻ പോകുന്നു, ലോകം നശിക്കുവാൻ പോകുന്നു പറയുവാൻ വേറൊരാളില്ല. അത് പറയുവാൻ ദൈവം ഒരു നോഹയെ കണ്ടു. നോഹ അത് പ്രസംഗിക്കണമായിരുന്നു. ആ പ്രസംഗമാണ് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് സംഭവിച്ച ഒരു വലിയ ഗുണമുണ്ട് നോഹയ്ക്ക്. തൻ്റെ കുറ്റത്തിൽ നിന്ന് നോഹ വിമുക്തനായി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അബ്രാമിനെ കൊണ്ട് അബ്രാമിനോട് പറഞ്ഞു, സോദോം ഗൊമോറയെ ഞാൻ നശിപ്പിക്കുവാൻ പോകുക. എന്തിനാ ദൈവം പറഞ്ഞെന്നറിയാമോ? ഒറ്റ കാര്യത്തിന്. അബ്രഹാം ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട, ദൈവമേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ് ഞാൻ നശിപ്പിക്കത്തില്ല. നോഹ അബ്രഹാം അന്നേരം മനസ്സിലാക്കി അവിടെ 50 ഇല്ല. കടന്നു വന്നു 40, 30, 20, 10. എന്തിനാ ദൈവം അബ്രഹാമിനോട് ഇത് പറഞ്ഞെന്നറിയാമോ? മുട്ടുമടക്ക് കുഞ്ഞേ, നിൻ്റെ സഹോദരനെ കുടുംബത്തെ രക്ഷപ്പെടാൻ നീ മുട്ടുമടക്ക്. എന്താ ലോത്തുവിൻ്റെ കുടുംബം രക്ഷപ്പെട്ടെന്നറിയാമോ? മുട്ടുമടക്കുവാൻ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നത്. നശിപ്പിച്ച് കളയാമായിരുന്നു ലോത്തിൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ. സ്വർഗത്തിലെ ദൈവം അത് ചെയ്തില്ല. ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു അബ്രഹാമിന്. അതിൻ്റെ കാരണം ഒന്ന് നിലവിളിക്കുവാൻ വേണ്ടി. ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയോ? ദൈവത്തിൻ്റെ ഹിതമാണ് നാം ജീവിക്കണമെന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ഈ അബ്രഹാം ഈ രീതിയിൽ പക്ഷപാതം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? രണ്ടാമതൊരു കാര്യം ദൈവം അബ്രഹാമിനോട് പറയത്തില്ല. കാരണം പറഞ്ഞത് ചെയ്യുന്നില്ല. എന്താ ദൈവത്തിൻ്റെ പർപ്പസ്? ഇതേ സെയിം സംഭവമാണ് ഇവിടെ നോഹയുടെ ജീവിതത്തിൽ കാണുന്നത്. എന്താണ് ദൈവം നോഹയെക്കുറിച്ച് ആഗ്രഹിച്ചത്? രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നോഹയ്ക്ക് താൻ ചെയ്യേണ്ട ജോലി താൻ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നോഹയുടെ അതേ വാക്ക് ഈ ജനത്തിന് ശിക്ഷാവിധിയായി. ഓർപ്പിക്കട്ടെ, ഓഫീസിൽ സുവിശേഷം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടില്ല എങ്കിലും ഭാരപ്പെടേണ്ട കാര്യമില്ല. അവർ നശിക്കപ്പെട്ടോട്ടെ എന്നുള്ള ചിന്ത കൊണ്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെങ്കിൽ വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി. കാരണം ദൈവം എന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുമ്പോൾ ആ എൻവയോൺമെൻറ്റിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ അവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്ഥാനത്ത് ഞാൻ മിണ്ടിയില്ല എങ്കിൽ നാളെ വേറൊരാൾ ചെന്നിട്ട് ആ പുള്ളി രക്ഷിക്കപ്പെടും. പക്ഷേ ചോദ്യം വരുന്നത് എന്നോട്. കണ്ടിട്ടില്ലയോ? ഓഫീസിൽ തൊട്ടിപ്പുറത്തിരിക്കുന്നവർ തന്നെ മറ്റു പലരും മുഖാന്തരം രക്ഷിക്കപ്പെട്ടെ ഇല്ലേ? കാരണം എന്നാ? നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നാം പറഞ്ഞില്ല എങ്കിൽ, ദൈവം ഒരാളെ മുന്നമേ കണ്ടുവെങ്കിൽ ദൈവം ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. അവരെ ദൈവം രക്ഷിക്കും. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാം, എസ്തേറിനോട് മൊർദെഖായി പറയുന്ന വേർഡാണിതിൽ. ഈ സ്ഥാനത്ത് നീ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് ഉദ്ധാരണവും രക്ഷയുണ്ടാകും. പക്ഷേ മനസ്സിലാക്കിയോ, നീയും നിൻ്റെ കുടുംബവും ഇപ്പം സേഫ് സോണിലാണ് എസ്തേർ ഇരിക്കുന്നേ. പക്ഷെങ്കിൽ ഈ സേഫ് സോണിലിരിക്കുമ്പോൾ മൊർദെഖായിക്ക് ഒന്ന് പറയാനുണ്ട്. ഈ ഡേഞ്ചർ സോണിലിരിക്കുന്ന മൊർദെഖായിയാണ് സേഫ് സോണിൽ ഇരിക്കുന്നത്. സേഫ് സോണിൽ ഇരിക്കുന്ന എസ്തേർ നാളെ ഒരു ഡേഞ്ചർ സോണിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇന്നത്തെ സേഫ് സോൺ നാളത്തെ ഡേഞ്ചർ സോണാണ്. നാളത്തെ ഡേഞ്ചർ സോൺ ആക്കരുതെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സേഫ് സോണിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്തോണം. എന്താ ഇവിടുത്തെ വിഷയം? ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. നോഹയുടെ വിശ്വാസം, അതിൻ്റെ പ്രവൃത്തി, ഒന്ന് നോഹയുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി. രണ്ട്, ഞാൻ പറഞ്ഞു വന്നത് അവൻ്റെ അതേ വാക്കുകൾ, പ്രസംഗത്തിൻ്റെ വാക്കുകൾ ഈ ജനത്തിന് ന്യായവിധിക്ക് കാരണമായി തീർന്നു. മൂന്ന്, എന്ത് സംഭവിച്ചു? വായിച്ചോട്ട് അതേ 7-ാമത്തെ വാക്യം. എന്ത് സംഭവിച്ചു? വിശ്വാസത്താലുള്ള നീതിക്ക് നോഹ അവകാശിയായി. അതാണ് മൂന്നാമത്തെ. ഹി ബിക്കെയിം ആൻ എയർ ഓഫ് റൈച്ചസ്നെസ്.
he became an heir of righteousness. അവൻ വിശ്വാസത്താൽ നീതിക്ക് അവൻ അവകാശിയായിത്തീർന്നു. അവനൊരു അവകാശിയായിത്തീർന്നു. ദൈവം അവന് പദവി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ 3 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, നമ്മൾ കണ്ടത് ഹാബേലിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. എന്തായിരുന്നു? ഹാബേൽ വിശ്വാസത്തിൻ്റെ വഴി നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ഷോ ദ വേ ഓഫ് ഫെയ്ത്ത്. നമ്മൾ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ കണ്ടു ദ വാക്ക് ഓഫ് ഫെയ്ത്ത്. എനിക്കൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? 3, നോഹ ഈസ് ദ വിറ്റ്നസ് ഓഫ് ഫെയ്ത്ത്. ഈസ് ദ വിറ്റ്നസ് ഓഫ് ഫെയ്ത്ത്. എന്ത് സംഭവിച്ചു? നോഹയുടെ ജീവിതത്തിൽ നോഹ ഒരു നീതിമാനായി വെളിപ്പെടുവാനിടയായിത്തീർന്നു. നോഹ നീതിമാനായിത്തീർന്നു. ഒന്ന് നോട്ട് ചെയ്തു, 7 elements of Noah's faith. The first one, the base of faith. വിശ്വാസത്തിന്റെ അടിസ്ഥാനം, the base of faith. നോട്ട് ചെയ്താട്ട് God's word or the oracle of God. Hebrews 11:7. 2, faith demands. എന്ത് വിശ്വാസം ഡിമാൻഡ് ചെയ്യുന്നു? ബിലീവ് ഓൺ ദാറ്റ് ഈസ് അൺസീൻ. കാണാത്തവയെക്കുറിച്ച് വിശ്വസിക്കുക. നോഹ അതുവരെ കണ്ടില്ല, വിശ്വസിച്ചു. 3, എയിം ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ എയിം ഓഫ് ഫെയ്ത്ത് brings fear of God's judgment. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ഭയം. brings fear of God's judgment. 4, the insight of faith. The insight of faith finished the ark quickly. എത്രയും പെട്ടെന്ന് പെട്ടകം പണി തീർത്തു. finished the ark quickly. Next, the depth of faith. നോഹയുടെ വിശ്വാസത്തിന്റെ ആഴം. saved his own family. തൻ്റെ സ്വന്തം കുടുംബത്തെ രക്ഷിച്ചു. 6th one, the testimony of faith. നോഹയുടെ വിശ്വാസ സാക്ഷ്യം. condemn the world. Condemn the world because of not believing God's word. The last one, 7th one, the reward of faith. Inherited the righteousness. Inherited the righteousness. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, 7 elements of Noah's faith. ഒന്ന്, the base of faith, God's word or the oracle of God. ഇത് മുഴുവൻ നമ്മൾ പഠിച്ചത് ഒറ്റ വാക്യത്തിൽ നിന്നാണ്. Hebrews 11:7 ഞാൻ അതുകൊണ്ട് ആ വാക്യം തരാഞ്ഞത്. Hebrews 11:7 ഇത് മുഴുവൻ. 2, faith demands. Believe on that it's unseen. 3, aim of faith brings fear of God's judgment. 4, insight of faith finished the ark quickly. 5, the depth of faith saved his own family. 6, the testimony of faith condemned the world because of not believing God's word. 7th one, reward of faith inherited the righteousness. 7 നോഹയുടെ വിശ്വാസത്തിൻ്റെ 7 എലിമെൻറ്റ്സ് അവിടെ പറയപ്പെടുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തിയെ പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. കഴിഞ്ഞ ആഴ്ച എന്ന് എംഫസിസ് ചെയ്തൊരു വേർഡാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാനവിടെ പറഞ്ഞത് ഭയഭക്തി പൂണ്ട്. ആ നോട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക, വീണ്ടും നിങ്ങൾ വായിക്കുക. ഇറ്റ്സ് വെരി ഒരു വളരെ അത്യാവശ്യമായിരിക്കുന്ന വേർഡാണ് ഭയഭക്തി പൂണ്ട്. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വേർഡാണ്. അതാണ് നോഹയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ കാരണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ തിരുവനന്തപുരം നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ ശാന്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാട്ട് നാം നോക്കേണ്ടത് ഒരു കാര്യമാണ്. നോഹയുടെ ജീവിതത്തിൻ്റെ വിശ്വാസം
ഒരിക്കൽ പോലും നോഹയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല ദൈവം പറഞ്ഞു കൊടുത്തത്. മഴയില്ലാതിരിക്കുന്ന സ്ഥാനത്ത് മഴ പെയ്ത് ഞാൻ വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ അക്ഷരികമായിട്ട് നോഹ അത് പരിപൂർണമായിട്ട് വിശ്വസിച്ച് അതിനനുസൃതമായിട്ട് നോഹ ആക്ട് ചെയ്തു. അതുകൊണ്ട് നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടു. ഇന്ന് ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്തായി 24 കൂടെ നമ്മൾ പഠിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളുകൾ അതുപോലെയാകും. അതുവരെ എന്ത് ചെയ്യും? മനുഷ്യൻ വിവാഹം തിന്നും കഴിച്ചും, വിവാഹത്തിന് കൊടുത്തും വിവാഹത്തും കഴിപ്പിച്ചും പോന്നു. അപ്പോൾ ഇത് ഒരു നോർമൽ റൊട്ടീൻ ലൈഫായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നായിരിക്കും അരുമനാഥനാകുന്ന യേശു ക്രിസ്തു വരുവാൻ പോകുന്നത്. എപ്പോഴാണ് കർത്താവായ യേശു വരുന്നതെന്നുള്ളത് ആർക്കും അറിയത്തില്ല. നോഹയുടെ വെള്ളം എന്നാ പൊങ്ങിയെന്നുള്ളത്, എന്നാ മഴ പെയ്യുന്നുള്ളത് ആർക്കും അറിയത്തില്ല. എന്നാൽ മഴ പെയ്യുന്നതിന് മുമ്പ് ദൈവം നോഹയോട് 7 ദിവസം മുമ്പ് ദൈവം കൽപ്പിച്ചു, 7 ദിവസത്തിനകം ഞാൻ മഴ പെയ്യ്ക്കുവാൻ പോകുകയാണ്. പ്രിപ്പയർ യുവർസെൽഫ്, നീ എല്ലാം ചെയ്തു കൊള്ളുക. ഇതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിങ്ങളും ഇന്ന് ആ 7ാമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. 7ാമത്തെ ദിവസത്തിൽ എത്ര ദിവസമായെന്ന് എനിക്കറിയത്തില്ല, അത് 7ലേക്ക് കടന്നോ എന്നുള്ളതും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ 7ാമത്തെ ദിവസത്തിൽ 7 എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഇനിയും വരേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ലോകം ഇങ്ങനെ മുൻപോട്ട് കടന്നു പോകും. കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്നവർ കർത്താവിനോടുകൂടി എടുക്കപ്പെടും. നാം ചിന്തിക്കേണ്ട ഒരൊറ്റ വിഷയമേ ഉള്ളൂ. ഇന്ന് രാത്രി എൻ്റെ യേശു കടന്നു വരുന്നുവെങ്കിൽ യേശുവിനോടുകൂടെ ഞാൻ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരുമോ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ? ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ക്രിസ്തുവിൻ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാർ ഇത് മനസ്സിലാക്കുക. നമ്മുടെ ഏത് ലെവലിൽ നമ്മൾ നിന്നാലും, ഏത് സാഹചര്യത്തിൽ ഞാൻ ആയിരുന്നാലും എന്നിലും നിങ്ങളിലും കൂടെ വെളിപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസനയാണ്. മറ്റൊന്നുമല്ല നമ്മൾ കൂടെ വെളിപ്പെടേണ്ടത്. അതിനുവേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടേണ്ടത് യേശുവിൻ്റെ സ്വഭാവമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ഇന്ന് ലോകത്തിൻ്റെ ഒരു വലിയ അവസ്ഥയെന്ന് പറയുന്ന ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ജഡീയമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസരണമായിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നാം ആത്മാവിൽ തുടങ്ങിയെങ്കിൽ ആത്മാവിൽ അവസാനിപ്പിക്കുക. ജഡീയമായിരിക്കുന്ന ചിന്തകളെ വിട്ടുകളയുക, ജഡീയമായിരിക്കുന്ന വിചാരങ്ങളെ വിട്ടുകളയുക, ജഡീയമായിരിക്കുന്ന മറ്റ് വിഷയങ്ങളെ വിട്ടുകളയുക. എൻ്റെയും നിങ്ങളുടെ മുൻപിൽ ആത്മീയ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അത് ആത്മീയമായിട്ട് തന്നെ വിവേചിച്ചാട്ട് ജഡത്തിന് ചാൻസ് കൊടുക്കരുത്. ജഡമല്ല പ്രവർത്തിക്കേണ്ടത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഈ സ്ഥാനത്ത് എനിക്കും നിങ്ങൾക്ക് വെളിപ്പെടുവാൻ സാധിക്കുമെങ്കിൽ, ഞാനൊരു ദൈവ പൈതലായിട്ട് വെളിപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട ഒരു കാര്യം സത്യമാണ്, ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് എന്തുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഏത് സമയത്ത് കടന്നു വന്നാലും അവനോടുകൂടി എടുക്കപ്പെടുവാൻ എനിക്കിടയായിത്തീരും. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ. ഹല്ലേലൂയ. അല്പനിമിഷം എല്ലാവരും സ്വയമായി ചിന്തിച്ചാട്ടോ ഇന്ന് രാത്രി. ഹല്ലേലൂയ. എൻ്റെ യേശു ഇന്ന് രാത്രി കടന്നു വരുന്നുവെങ്കിൽ അവനോടുകൂടി എടുക്കപ്പെടുവാൻ ഞാൻ എത്രമാത്രം യോഗ്യയാണ്. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ